റിസർവ് ബാങ്കിൻ്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ. റിസർവ് ബാങ്കിൻ്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ ഗിരീഷ് ചന്ദ്ര മുർമു. VSSC ഡയറക്ടറായി നിയമിതനായത് ഡോക്ടർ എ രാജരാജൻ. VSSC ഡയറക്ടറായി നിയമിതനായത് ഡോക്ടർ എ രാജരാജൻ. 2025 വനിതാ കോപ്പ ഫുട്ബോൾ കിരീടം നേടിയത് ബ്രസീൽ. 2025 വനിതാ കോപ്പ ഫുട്ബോൾ കിരീടം നേടിയത് ബ്രസീൽ. 2025 പുരുഷ കബഡി ലോകകപ്പ് നേടിയ രാജ്യം ഇന്ത്യ. 2025 പുരുഷ കബഡി ലോകകപ്പ് നേടിയ രാജ്യം ഇന്ത്യ. കേരള അർബൻ കോൺക്ലേവിൻ്റെ വേദി കൊച്ചി. കേരള അർബൻ കോൺക്ലേവിൻ്റെ വേദി കൊച്ചി. 2026 കോമൺവെൽത്ത് ഗെയിംസ് വേദി ഗ്ലാസ്ഗോ സ്കോട്ട്ലാൻഡ്. 2026 കോമൺവെൽത്ത് ഗെയിംസ് വേദി ഗ്ലാസ്ഗോ സ്കോട്ട്ലാൻഡ്. 55ാമത് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് മോഹൻലാൽ. 55ാമത് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് മോഹൻലാൽ. 2025 പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശശി തരൂർ. 2025 പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശശി തരൂർ. 2025 43ാമത് ലോകമാന്യ തിലക് അവാർഡിന് അർഹനായത് നിതിൻ ഗഡ്കരി. 2025 43ാമത് ലോകമാന്യ തിലക് അവാർഡിന് അർഹനായത് നിതിൻ ഗഡ്കരി. 2025 ജ്ഞാനപ്പാന പുരസ്കാരം KP ശങ്കരൻ. 2025 ജ്ഞാനപ്പാന പുരസ്കാരം KP ശങ്കരൻ. 2025 ഹരിവരാസന പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2025 ഹരിവരാസന പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2025 പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? M മുകുന്ദൻ. 2025 പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? M മുകുന്ദൻ. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ഗായത്രി സ്പിവാക്. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ഗായത്രി സ്പിവാക്. 2025 പത്മപ്രഭ പുരസ്കാരം ആലങ്കോട് ലീലാകൃഷ്ണൻ. 2025 പത്മപ്രഭ പുരസ്കാരം ആലക്കോട് ലീലാകൃഷ്ണൻ. 2025 തകഴി പുരസ്കാരം ലഭിച്ചത് KP സുധീര. 2025 തകഴി പുരസ്കാരം ലഭിച്ചത് KP സുധീര. നാളെ ഫയർ വുമൻ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ.